ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു വ്ലോഗ് ചാനൽ വെച്ചാൽ വരെ നമ്മൾ ഇനി മുതൽ നമ്മൾ ഓൾറെഡി നിങ്ങൾക്കറിയാലോ കുറച്ച് ഗ്യാപ്പ് ചെയ്ത വീഡിയോകൾ വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഓൾറെഡി നമ്മൾ വ്ലോഗ് ചെയ്യാൻ പറ്റാത്ത. ഓൾറെഡി നമ്മളെന്താ പറയുക, ഇനി തൊട്ട് നമ്മൾ ഗൈസ് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഗെയിമിംഗ് കണ്ടന്റും കൂടെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മൊത്തത്തിൽ എല്ലാം കൂടെ ചേർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഓൾറെഡി ചെയ്യാൻ പോകണം വെച്ചാൽ വരെ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോകൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. നമ്മുടെ പ്രിസൺ എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഓൾറെഡി ഗൈസ് ഇനി ഞാൻ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലത്തെ സിമുലേറ്ററും അതുപോലെ തന്നെ ഹൊറർ ഗെയിമും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഗൈസ് ഈ ഒരു ഇതിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഏജ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ഇവിടെ നമ്മുടെ ഏജ് അല്ല 25 ഏജ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ഏജും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ ഓൾറെഡി ഗൈസ് ഇത് സംഭവം ഞാൻ ഇത് കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ആ ഒരു സംഭവം ഇതാക്കിയതിന് ശേഷം പിന്നെ നമ്മളിത് ഇവിടെ ഒരു കസാരയുണ്ട്. ആ ഒരു കസാര വെച്ചിട്ട് ഇത് അടിച്ച് പൊട്ടിക്കണം ഗൈസ്. അപ്പോൾ സംഭവം ഇത് എനിക്ക് തോന്നുന്നു 10 മീറ്ററോ എങ്ങാണ്ട് നമുക്ക് ഇതുണ്ട്. ഇതിനുള്ളിൽ കുഴിച്ച് പോകണം ഗൈസ്. അപ്പോൾ ഈ ഒരു ടൈല് മൊത്തം നമ്മൾ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് മച്ചാമ്മ. ഓൾറെഡി ഇവിടെ ടൈമർ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത് കയറുന്നതുകൊണ്ടാണ് ടൈമർ ഓൺ ആയിട്ടില്ല. അപ്പോൾ എന്നോട് ആദ്യം തന്നെ ഇവർ ഇവിടെ പറയുന്നത് ലെറ്റർ തപ്പി നോക്കാനാണ്. പക്ഷെ ഞാനിത് മൊത്തം ടൈലടിച്ച് പൊട്ടിച്ചു. അതിനുശേഷം നമ്മളിത് ഇവിടെ ഒരു കസാര എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം ഇത് ഇവിടെ നോക്കുകയാണ്. ഇവിടെ ടൈമറൊക്കെ ഓണാകുന്നത്. ഇവിടെ ഒരു ലെറ്റർ കിടക്കുന്ന ആ ലെറ്റർ നമുക്ക് എടുത്തു നോക്കാം. ദേവിസാൻ അബണ്ടൻസ് ആബ് ടണൽ ഉണ്ടെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഗൈസ് ഇതാ നമ്മളിത് സംഭവം തറ ഇതാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് അതിന് മുന്നേ ചെയ്തു ഗൈസ്. അതുകൊണ്ടാണ് അവർ ഓരോന്നും മെല്ലെ ചെയ്യാൻ പറയുന്നത് ഗൈസ്. ഇതിന് ശേഷം ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് മൊത്തം തോണ്ടി ഇനി നമുക്ക് 10 മീറ്ററോളം തുരക്കണം ഗൈസ്. തുരപ്പൻ കൊച്ചുണ്ണി ആവണം ഗൈസ്. അപ്പോൾ ഓൾറെഡി ഇത് ഇവിടെ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട് മച്ചാവനാടെ. ഇത് സംഭവം PC പോലത്തെ ഒരു അടിപൊളി ഗെയിം ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ ഇരുന്ന എന്തൊരു സാധനം ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടിയിൽ എനർജി ഉണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ കാർപ്പറ്റ് ഇതാക്കുകയാണ്. അല്ല ഒന്നുകൂടെ നമുക്ക് കൂടി തരണ്ട, ഒരു മിനിറ്റ്. ഓക്കെ, കാർപ്പറ്റ് ഇതാക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു മണൽ കിടപ്പുണ്ട് ഗൈസ്. നമ്മൾ എടുത്ത ആ വാച്ച് മാത്രം ഇവിടെ ഇടുകയാണ്. അതിനുശേഷം നമ്മുടെ സ്പൂൺ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ആ മണൽ നമുക്ക് എടുക്കാം ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഇത് പരസ്യം കണ്ടു കഴിഞ്ഞാലും പിന്നെ അതുപോലെ എന്തോ ഒരു ഇത് കണ്ടോ, ഒരു 50 എന്ന് പറഞ്ഞ ചിഹ്നം അത് കണ്ടോ റിമൂവ് ചെയ്യാൻ എല്ലാം പറ്റും. ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ നമ്മുടെ അണ്ണനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ണനിതാ അറിയൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 8 ടോയ്ലറ്റ് പേപ്പറാണ് ഇതിന് കിട്ടുക ഗൈസ്. അപ്പോൾ സംഭവം ഇത് ഇപ്പം നമ്മൾ അഗ്രി ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, വില പേശാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും വെച്ചാൽ അവർ അണ്ണൻ പോയിട്ടുണ്ട്. അണ്ണൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇവരുടെ അടുത്ത് പോയിട്ട് സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ ഈ ആശാൻ്റെ അടുത്ത് പോകുമ്പോൾ ഇതിന് 30 വേണ്ടത്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ മേടിച്ചു കേട്ടോ ഗൈസ്. ഓൾറെഡി നമ്മളൊരു ആഡ് കണ്ടു. സംഭവം വെച്ചാൽ അത് റിസ്കിലെടുക്കണം. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു ആഡ് കണ്ടിട്ട് നമ്മളിത് ഈ ഒരു സാധനം മേടിച്ചു കേട്ടോ. കാരണം ഓൾറെഡി വേറെ ഒന്നല്ല ഗൈസ്, നമുക്ക് പെട്ടെന്ന് തുറക്കണം ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ അണ്ണൻ വന്ന് വീണ്ടും പോയി. അപ്പോൾ നമ്മളിത് വീണ്ടും തുറക്കാൻ പോവാണ് വെച്ചാൽ. അണ്ണൻ ഇപ്പോൾ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ 0403 എന്നൊക്കെ പറഞ്ഞ് ആക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യണം ഗൈസ്. അപ്പം ഇത് സംഭവം എന്താ വെച്ചാൽ കുഴിക്കൽ നല്ല റിസ്ക് തന്നെയാണ്. കാരണം എത്രയോ 10 മീറ്റർ എങ്ങാണ്ടോ കുഴി എടുക്കാനുണ്ട്. നമ്മളിപ്പോൾ കുഴിച്ച് ഇത്ര എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത്രയും നമ്മൾ കുഴിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി കൂടെ കുഴിക്കണം. എന്താ ഗൈസ്, ഇതേ കിടക്കുന്ന ഒരു ബോംബ് പോലത്തെ സാധനം കുപ്പി വീണ്ടും കുഴിച്ചെടുക്കാതെ ഇവിടെ എന്തൊരു പെട്ടി കിടപ്പുണ്ട് ഗൈസ്. നമുക്കിത് നടുക്ക് മാത്രം കുഴിക്കാട്ടോ. ഇതേ അടുത്ത ഒരു കുപ്പി ഗൈസ്. ഇപ്പം നമുക്ക് 0.2 മീറ്റർ എങ്ങാണ്ട് ആയിട്ടുള്ളൂ. 2 മീറ്ററും ആയിട്ടില്ല പോയിന്റ് ഗൈസ്. അതാ വേറൊരു സാധനം കിടപ്പുണ്ട്, താറാവാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 1 മീറ്റർ ആവും ഗൈസ്. 1 മീറ്റർ എത്തി. മച്ചാവനയുടെ ഇത് കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ മച്ചാവന. അത് ഓൾറെഡി നമുക്ക് എന്തെല്ലാം വിൽക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇതാ എല്ലാം നമ്മൾ അതിൻ്റെ മണ്ട കയറ്റാണ് ഗൈസ്. ഇനി 1 മിനിറ്റ് 17 സെക്കൻഡും ഉണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ തുരക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ എനർജിയും പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിവിടെ എന്താ വെച്ചാൽ PC എനിക്ക് അറിയില്ല എന്താ പറയുക, പരസ്യം കണ്ടു കഴിഞ്ഞാൽ അതൊന്നും നടക്കൂലെന്ന്. പക്ഷെ നമ്മുടെ ഈ മൊബൈൽ വേർഷനിൽ നമുക്ക് പരസ്യമൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ആദ്യം ട്രൈ ചെയ്തപ്പോൾ കണ്ടോ കേട്ടോ ഗൈസ്. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും അതാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ മണലെടുക്കുന്നു. ഇതിനുള്ളിൽ കൊണ്ടിടുന്നു. വീണ്ടും മണലെടുക്കുന്നു ഗൈസ്. ഇത് സംഭവം 10-15 മീറ്റർ എങ്ങാണ്ട് എത്തണം നമ്മുടെ കുഴി തോണ്ടി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. നല്ല മഴയും പെയ്യുന്നുണ്ട് ഗൈസ് ഓൾറെഡി വെച്ചാൽ. വീണ്ടും നമ്മൾ വന്നു ഇതിനകത്തിട്ടു. 20 സെക്കൻഡ് ബാക്കിയുണ്ട് കേട്ടോ ഗൈസ്. ഓൾറെഡി നമുക്കിത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 5 സാധനങ്ങൾ കിട്ടി. ബാക്കിയെല്ലാം നീറ്റാണ്. ഓൾറെഡി ഗൈസ് ഗാർഡ് വരുന്നുണ്ട്. പിന്നെ മച്ചാമ്മ ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 1 മാസമായി തോന്നുന്നത് കണ്ടോ. കുറേ എവിടെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അണ്ണൻ വന്ന് എവരിത്തിങ് ഓക്കേന്ന് ചോദിച്ചു.
അപ്പോൾ 27 ടോയ്ലറ്റ് പേപ്പറാണ് ഗൈസ് കിട്ടുക. അത് കണ്ടോ, നെഗോഷിയേറ്റ് ചെയ്യാം. പിന്നെ മച്ചാമ്മ ഓൾറെഡി നമ്മൾ ഈ ഒരു ഡോളർ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഈ ഒരു അതിപ്പോൾ കൊടുക്കാത്ത എന്താ അറിയോ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങാനും ആവശ്യം വന്നാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് മുഴുവനായിട്ട് തീർക്കേണ്ടതുകൊണ്ട് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ആവും തോന്നുന്നു ഗൈസ്. ഈ അണ്ണൻ്റെ അടുത്ത് കയറുണ്ട്. ഈ കയറ് നമ്മൾ മേടിച്ചെന്താ വെച്ചാൽ കുഴിയിൽ നിന്ന് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ മിൽക്കോ എന്ന സാധനം നാച്ചുറൽ എന്തോ മേടിച്ചു ഗൈസ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. വരുന്നുണ്ട്, ആശാൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ കയറാം ഗൈസ്. ഇവിടെ എന്തൊക്കെ 2 തുണിയൊക്കെ കിടപ്പുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് എല്ലാവരും പുഷപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ. ചെക്കന്മാരൊക്കെ എക്സസൈസാണ് ഗൈസ്. ഇവന്മാരിവിടെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ തുരന്ന് ചാടാം നമുക്ക് ഗൈസ്. അപ്പോൾ അണ്ണം വന്ന് വാലടച്ചു. ഇനി നമുക്ക് വീണ്ടും തുറക്കാൻ തുടങ്ങാം. സംഭവം ഗൈസ് ഇതാണ്. ടൈമർ ഇത്തിരി ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനും പണിയാവും നമ്മൾ ഗൈസ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം 2 മീറ്ററിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അതിവിടെ എന്തോ വെള്ള സാധനം കാണുന്നുണ്ട് ഗൈസ്. ഒരു സോസ് കുപ്പി അല്ല, ഒരു ഗുലാം ജാമുവിൻ്റെ കുപ്പി എന്താ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്, എന്താ ബ്രൗൺ സ്കോയിലോ ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്ക് തുറക്കാം ഗൈസ്. ഇതെന്താ സംഭവം, സോപ്പ് ബാറ് ഗൈസ്. ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നല്ലേ ഗൈസ്. അപ്പോൾ നമ്മളിതാ കുഴിച്ച് വെച്ചിട്ടുണ്ട്. മച്ചാമ്മ ഓൾറെഡി നമ്മുടെ ഫ്രണ്ടാണ് നമുക്ക് ലെറ്റർ നേരത്തെ അയച്ചാട്ടോ. അവൻ എന്തൊക്കെയോ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിലൊരു സബ്വേ ഉണ്ട്, ആ സബ്വേ വഴി നമുക്ക് പുറത്ത് കിടക്കാമെന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത് ഇപ്പോഴത്തെ എല്ലാവരും മച്ചാമ്മരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു ട്രിക്ക് കാണിച്ചു തരാം. ഞാനിത് ഗൈസ് ഒരു ചെറിയ ട്രിക്ക് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു രസം എന്താ അറിയുമോ, മച്ചാമ്മരെ രാത്രിയാകുമ്പോൾ നമുക്ക് പുറത്തു പോകാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് ആരും അറിഞ്ഞിട്ടില്ല എന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ആ ഒരു ഹാക്ക് കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ ഇത് ഈ ഗെയിമിൻ്റെ ബഗ്ഗാണോന്ന് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോഴത്തേനും ഗൈസ് ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ തീർക്കാം കേട്ടോ. ഈ ഒരു ഡോളർ പോലത്തെ സാധനം ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇത് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഗുണം വരും, എങ്ങാനും വല്ല ആവശ്യം വരുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ തീർക്കാത്ത. നമുക്ക് അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിപ്പോൾ തീർക്കുന്നില്ല ഗൈസ്. ഇനി നമുക്ക് എന്താണെന്ന് അറിയോ, മറ്റേ പ്രിസണേഴ്സിന് വേറെ ജയിൽ പുള്ളികളുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം റിപ്പീറ്റ് ആയിട്ട് വരണ്ടെന്ന് വെച്ചിട്ട്. പക്ഷേ ഇവൻ്റെ കയ്യിലാണ് ആ ബാഗുള്ളതുണ്ടോ. ഈ ഒരു ബാഗ് മേടിച്ച ഗുണം എന്താ വെച്ചാൽ നമുക്കിവിടെ കണ്ടോ 5 പകരം 10 ആവും. അതുപോലെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് എനർജീൻ്റെ എന്താണെന്ന് പിടുത്തം കിട്ടിയില്ല. അത് ഞാൻ നോക്കണം ഇനി എന്താന്ന് ഗൈസ്. അപ്പോൾ ഇത് അണ്ണം വരുന്നുണ്ട്. അവിടെ തവിയൊക്കെ ഉണ്ട്, ചോറും തവിയൊക്കെ ഗൈസ്. അപ്പോൾ ഇത് നമുക്കൊരു പണിയാണ്. ഇപ്പോൾ പുറത്തെടുക്കണ്ട, അണ്ണം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജയില്. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവന്മാരൊന്നും നമ്മളെപ്പോലെ ചാടാൻ അവന്മാരവിടെ തുറക്കുന്ന സാധനമൊന്നും ഇല്ലേ ഗൈസ്. ഇവിടെ മാത്രമേ തുറക്കുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മുടെ ആശാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് രാത്രിയാവാനുള്ള ഇതായെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഒരുമാതിരി കളർ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുഴിച്ചൊരു 2 മീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ കിട്ടും ഗൈസ്. ഇനി നമുക്ക് 10 സാധനങ്ങൾ വെച്ചിട്ട് മേടിക്കൊണ്ട് വെച്ചിട്ട് 10 സാധനം എടുക്കാം കേട്ടോ. 10 നല്ല രീതിക്കുള്ള പേപ്പർ കിട്ടും ഗൈസ്. അപ്പോൾ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ നിങ്ങൾ ഇനിയും കമൻറ്റ് ചെയ്യട്ടെ. നമ്മൾ ഹൊററൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അതാവുമ്പോൾ മച്ചാവരെ നമുക്ക് ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു കുറച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിമിംഗ് വീഡിയോയുടെ ഈ ഒരു ചാനൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചാൽ. കാരണം ഓൾറെഡി ഗൈസ് വ്ലോഗ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, എല്ലാം സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനത്തെ വീഡിയോ കൂടെ സെറ്റാക്കാമെന്ന് വെച്ചു. പരമാവധി നമുക്ക് ഗൈസ് ഇവിടെ നമുക്ക് എന്തോന്ന് കിട്ടിയിട്ടുണ്ട്, ടോർച്ചാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മളിപ്പം ഒരു പണിയായി, എല്ലാവന്മാരും ഉറങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഞാൻ ആ ഹാക്കിനെ പറ്റി പറഞ്ഞത്. പിന്നെ മച്ചാമാരെ ഓൾറെഡി ഞാൻ ഇത്തിരി ആഡ് കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചിലപ്പോൾ യൂട്യൂബ് വീഡിയോ കാണിക്കുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കി. അത് നെറ്റ് ഓണായി കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ക്യാൻറ്റീനോ, യു ഫൗണ്ട് ക്യാൻറ്റീൻ ഗൈസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം ഇവിടെ നമ്മുടെ എന്തൊക്കെയോ കാണുമെന്നൊക്കെയാണ് അവന്മാർ പറയുന്നത് ഗൈസ്. ഇവിടെ എന്തൊരു മമ്മിയോ ഇതൊന്ന് കാണും, സ്റ്റാച്ചു കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഇച്ചിരി പൈസ കൂടുതൽ കിട്ടിയാൽ മതിയായിരുന്നു. 3 സാധനം കിട്ടി ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 മീറ്ററിൻ്റെ അടുത്തെത്താനായി. നമുക്ക് നോക്കി നോക്കട്ടെ ഗൈസ്. 5 മീറ്റർ അങ്ങാണ്ട് എത്തുമ്പോഴാണ് നമുക്ക് മറ്റേ ഇത് കാണാൻ പറ്റുക, എന്താ പറയുക, മറ്റേ ആ മരപ്പെട്ടി കാണാൻ പറ്റുക കേട്ടോ ഗൈസ്. മരപ്പെട്ടിയല്ല, മരപ്പെട്ടിയാണ് ഗൈസ്. അപ്പോൾ ഇത് ലോക്ക് എന്താ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ടിന്ന് വീണ്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ 5 സാധനമായി കേട്ടോ ഗൈസ്. 5 സാധനം ട്രേഡ് ഫോർ എ ബെറ്റർ ഷോറോ ഗൈസ്. ഓൾറെഡി ഇതേ അടുത്ത സാധനം കോയിൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ ഓൾറെഡി എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്ന ആ പയ്യന്മാരല്ല നമ്മുടെ ജയിൽ പുള്ളികളുടെ അടുത്ത് കുറേ സാധനങ്ങളുണ്ടല്ലോ. അവരുടെ ആ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കളി കുറച്ചുകൂടെ സ്പീഡാവും. പക്ഷെ നമ്മൾ ഓൾറെഡി കുറച്ച് സാധനം കൂടെ തുരക്കണം, എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നു ഇപ്പോൾ ഏകദേശം നമ്മളൊരു 3 മീറ്റർ ആവാനായി ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ വട്ടത്തെ കുഴിക്കാത്ത എന്താ പറയുക, നമ്മുടെ ടൈം കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ
ഒരു നടുക്ക് മാത്രം ഓട്ടയിട്ട് തുളയ്ക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ടൈം കണ്ടോ ഗൈസ്. ഇതുപോലെ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കും. ഞാൻ ആ ആഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ശേഖരിച്ച് വെച്ചത്. ഏകദേശം ഒരു 5 സാധനമുണ്ട്. പിന്നെ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ആഡ് കണ്ട് ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ആഡ് കാണാണ്ട് നമുക്ക് ചെയ്യാം, പക്ഷെ ടൈം ഭയങ്കര എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ജയിലിൽ നിന്ന് ചാടണം ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ 3.1 മീറ്റർ എത്തി കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഏകദേശം 10 മീറ്റർ പോരാ, 12 മീറ്റർ അങ്ങാണ്ട് ഉണ്ട്. അത് നമ്മൾ ഈ ഗൈസ് സോപ്പ് വീണ്ടും കിട്ടി ഗൈസ്. ഇതിൻ്റെയൊക്കെ ഹെഡ് നമ്മുടെ കൂട്ടുകാരനാണ് തോന്നുന്നു കേട്ടോ, അവനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്കൊരു കോയിൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ 4 മീറ്റർ അടുത്തെത്താനായിട്ടുണ്ട്. ഇത് തുറന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പരസ്യം കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓൾറെഡി മച്ചാൻ ഇതാ നമ്മളങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇതേ ആ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിതേ ആ ഒരു ശവപ്പെട്ടി ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഓൾറെഡി ഇതാണ് ഒരു മാർക്ക് തന്നേക്കുന്നത്. ഈ സാധനത്തിൻ്റെ അവിടുന്ന് തുറന്നിട്ട് ഇത്തിരിയുടെ താഴെ പോയിട്ട് അവിടുന്ന് എന്താ പറയുക ലെഫ്റ്റോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതും കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിനും തുറക്കാം ഗൈസ്. അപ്പോൾ ടോർച്ചോ ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ണന്മാർ എനിക്ക് തോന്നുന്നു ഈ സ്ഥലമൊക്കെ അതല്ല നമുക്ക് ഈ സാധനമൊക്കെ ഇവിടെ നിന്ന് ആശാന്മാർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എന്തായാലും ഇത് വെറൈറ്റി ഒരു ഗെയിം തന്നെയാണ് ഗൈസ്. ഇതുപോലത്തെ കുറേ ഗെയിമുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ബസ് സിമുലേറ്ററോ ഹൊററോ അതൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് കത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു രസം എന്താ വെച്ചാൽ എല്ലാവരും കണ്ടോ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ മാത്രം പണി ചെയ്യുകയാണ് ഗൈസ്. അതാണ് ഇതിലൊരു വെറൈറ്റി. ശരിക്കും പറഞ്ഞാൽ ഹൗ ഇറ്റ്സ് ഗോയിങ്, ഹൗ യു സ്റ്റഡീഡ് സ്റ്റാർട്ടഡ് ഡിക്കിങ് ഇറ്റ് പ്രിസൺ വെയർ ഹൗസ് വെയർ യു ഫൈൻഡ് കീ ആൻഡ് ഗെറ്റ് ബാക്ക് ടു MB. ഗൈസ് അതിൻ്റെ താക്കോലൊക്കെ തരാമെന്നാട്ടോ അണ്ണൻ പറഞ്ഞേ ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മൾ നിലവിൽ ഈ രാത്രി എനിക്ക് തോന്നുന്നു നമുക്ക് ടൈമർ ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഓൾറെഡി ഗൈസ് നമുക്ക് ടൈമർ ഉണ്ടാകുമ്പോൾ കളിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ തുറന്നുകൊണ്ടിരിക്കും. പക്ഷേ മച്ചാമാർ ഓൾറെഡി ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, ആകെയുള്ളൊരു വഴി എന്താ വെച്ചാൽ ആ ഒരു മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ആ സാധനം എടുക്കുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മളിത് തുറന്നു ഏകദേശം ഒരു ഇത്രയും തുറന്നെത്തിയിട്ടുണ്ട്. മച്ചാമാരുടെ ഇത് രാവിലെ ആയി തോന്നുന്നു കേട്ടോ. ഇതേ 1 ഇനി സമയം കൂടി ഉള്ളൂ ഗൈസ്. കുറച്ചുകൂടെ നമുക്ക് തുറക്കാം, എന്നിട്ട് നമുക്ക് ഗൈസ്. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് ഒന്നുകൂടെ നോക്കട്ടെ. ഈ സംഭവം കുട്ടേട്ടാന്ന് പറഞ്ഞ് താഴെ പോകുന്ന പോലെ ആയിരിക്കും ഇതേ ഗൈസ്. ഇപ്പോൾ തുറന്ന് ഇവിടെ എത്തിയിട്ടോ നമ്മൾ. ഇപ്പോൾ ഗൈസ് 4 മീറ്റർ അടുത്തെത്താനായി ഗൈസ്. അപ്പോൾ 4 മീറ്റർ അടുത്തെത്തി ഗൈസ്. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇത് കണ്ടോ, പടക്കം പൊട്ടിക്കുന്ന പോലത്തെ എന്തോ രണ്ടും. ഇതൊക്കെ എന്താണെന്നറിയില്ല. ഇതെനിക്ക് തോന്നുന്നു ഗൈസ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. കണ്ടോ 2 എന്നൊക്കെ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ഒരു സാധനം കിട്ടി. പിന്നെ ഗൈസ് ഓൾറെഡി ഉണ്ടല്ലോ, ഞാൻ ഇപ്പം നടുക്ക് മാത്രം തുറന്നിട്ടാട്ടോ. ഇത് ശരിക്കും ആ ഒരു മേൽഭാഗം ഇനിയും തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി സാധനം കിട്ടും. പക്ഷെ നമുക്ക് സാധനം കിട്ടുന്നതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ട്. ഷൂ ഒക്കെ മേടിക്കാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു ഈ തുറന്നിട്ട് ആ വഴി ഓടാനൊക്കെ എളുപ്പം സ്പീഡ് കൂട്ടും ഗൈസ്. ഇതെങ്ങാനും പോലീസ് പകുതി വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ തുറന്നതൊക്കെ വെറുതെ ആവും. അപ്പം ഗൈസ് അപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ഡോളർ പോലത്തെ സീസാനം നമ്മൾ രക്ഷിക്കുന്നത് ഗൈസ്. അപ്പം നമ്മുടെ എനർജി അങ്ങനെ ലോ ആയി. എനിക്ക് തോന്നുന്നു ഇത് മതി, നമുക്കിനി തുറന്ന് മേളിലേക്ക് പിന്നെയും പോവാം ഗൈസ്. കണ്ടോ കയറ് മേടിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം ഗൈസ്. അപ്പോൾ നമ്മളത് കഴിച്ചു. അപ്പോൾ നമുക്ക് ഇച്ചിലൂടെ എനർജി കിട്ടി. കുറച്ച് സാധനം കൂടി ഇട്ടു. ഇപ്പോൾ ഏകദേശം 8 സാധനമായി തോന്നുന്നു ഗൈസ്. ഇത് നമുക്ക് മടക്കാട്ടോ കാരണം ഗൈസ്. അപ്പോൾ ഓൾറെഡി പുറത്ത് നല്ല മഴയുണ്ട് മച്ചാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് പറയുമ്പോൾ ചിലപ്പോൾ മഴയുടെ സൗണ്ട് കൂടെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മൈക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മൈക്കിലൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പം എന്താ പറയുക, നമ്മൾ ഏകദേശം ഗൈസ് ഇതേ ഇടയ്ക്കൊക്കെ നിറഞ്ഞിരിക്കും ഗൈസ്. ഇതെന്ത് സംഭവം കിട്ടാത്ത. ഓക്കെ കളക്ട് ചെയ്തു. ഇനി നമുക്കൊരു 1 മിനിറ്റും 14 സെക്കൻഡും ഉണ്ട്. നമുക്കിനി ആ കത്ത് വായിക്കണം. കാരണം ഈ കത്തെങ്ങാനും പോലീസ് കണ്ടു കഴിഞ്ഞാൽ പോലീസ് ചോദിക്കും ഇത് എവിടുന്നാണ് ചിലപ്പോൾ വന്നത് ഗൈസ്. ഇത് നേരത്തെ വന്നത് തന്നെയാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ താക്കോൽ നമുക്ക് തരാമെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പം നമുക്ക് രാവിലെ ഇനി നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാനൊന്നും ഇല്ല. നമുക്ക് എന്തായാലും ആശാനെ വിളിക്കാം, നമുക്ക് അണ്ണനെ വിളിക്കാം. നമുക്ക് ഭക്ഷണം വിശക്കുന്നു ഗൈസ്. അപ്പം ഓക്കെ യു ആർ നോട്ട് ഓഫ് സംതിങ് ഗൈസ്. അപ്പോൾ ഇതിന് നമുക്കൊരു 90 കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടോ 94 ഞാൻ നെഗോഷിയേറ്റ് ചെയ്തിട്ടു. നമ്മൾ വില പേശിയിട്ട് ഒരു 93 ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ബാക്കി നമുക്കിത് ഈ ഒരു നമ്മുടെ
ബാക്കിയുള്ളവർക്കും കൂടെ കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു തവി മേടിക്കാം. ഇതിന് 50 ഉള്ളൂ. ഇത് നമുക്ക് മേടിക്കാം, കാരണം കുറച്ചുകൂടെ സ്പീഡാക്കാം ഗൈസ്. അച്ഛാമരയുടെ അപ്പോൾ ഏകദേശം നമ്മൾ ഇത് മേടിച്ചു. പിന്നെ ഇത് നമ്മൾ മേടിച്ചു. ഇതെന്താ സെർലാക്ക് പോലത്തെ സാധനമാണ് ഗൈസ്. അപ്പോൾ വേറെ ഇവിടെ എന്തോ ഉണ്ട്. ഇത് ഈ ബാഗ് എണ്ണം വരുന്നുണ്ട്. കയറാം ഗൈസ്. ഈ ഒരു സാധനം എടുത്തു വെക്കണം, അല്ലെങ്കിൽ ഈ തവിയും പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് നമ്മളെ അറഞ്ചം അടിക്കും ഗൈസ്. അപ്പോൾ ഇത് നോക്കി നോക്കാം. കറണ്ട് എനർജി 50, മാക്സ് എനർജി 50, ഡിഗിങ് പവർ 50 ഗൈസ്. അപ്പോൾ ആശാൻ വരുന്നുണ്ട്. വരട്ടെ. അപ്പോൾ ആശാൻ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളെ സാധനം എടുത്തു. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും വീണ്ടും നമ്മൾ തുറക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഏകദേശം നമ്മൾ ഇത്രയും തുറന്നു കിട്ടോ. ഏകദേശം 4 മീറ്ററോളം നമ്മൾ തുറന്ന് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ താക്കോലില്ല. ഈ താക്കോലിൻ്റെ കാര്യമാണ് ആ പയ്യൻസ് ലെറ്ററിലൂടെ പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമ്മൾ തുറന്നു വരുന്നത് അത്യാവശ്യം എത്താൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് സംഭവം എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആ ഷൂ ഒക്കെ ചിലപ്പോൾ ഇതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല തുരങ്കം ഉണ്ടാവും. ആ തുരങ്കം വഴി ഓടാനായിരിക്കും പരിപാടി ഗൈസ്. അപ്പോൾ മച്ചാന്മാരെ ഓൾറെഡി ഇത് നമ്മുടെ ഒരു വീഡിയോൻ്റെ പാർട്ട് 1 ആണ് ഗൈസ്. ഓൾറെഡി ഞാനിത് പാർട്ട് 2 ആക്കാൻ കാരണം വേറെ ഒന്നുമല്ല മച്ചാന്മാരെ. ഓൾറെഡി നമ്മളിപ്പോൾ ഇതൊരു പെട്ടി കിട്ടി. ഇനി പെട്ടി കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഒരു ടണലിലേക്ക് പോയി. എനിക്കൊന്ന് ടണലിൻ്റെ അവിടെ നിന്ന് വേറെ വഴി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ മച്ചാന്മാർ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കാണുന്നതിൽ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഗൈസ് പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യാൻ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.